ഇങ്ങനെ ഹബീബ് വളരുമ്പോഴൊക്കെ അതാ കൂട്ടുകാരനായ ആരുണ്ട് എന്നറിയുമോ? സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ എപ്പോഴും കൂട്ടുകാരനാണ്. 40 ദിവസം അഥവാ 40 വയസ്സായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആളുകൾ ഇങ്ങനെ കടന്നു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഓ മുത്തുനബിയേ, ഇത് രഹസ്യമാക്കി വെക്കേണ്ടതല്ല, പരസ്യമാക്കണ്ടേ നബിയേ. 38 ആള് അല്ലെങ്കിൽ 39 ആള് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് പരസ്യപ്പെടുത്തണ്ടേ നബിയേ? ഞാൻ ചുരുക്കട്ടെ മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ അടുത്ത് വന്നു. അവിടുന്നൊരു പ്രസംഗമാണ്, മുത്തുനബിയെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. മാഷാ അല്ലാഹ്, അവിടുത്തെ ശത്രുക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രൂരമായി മർദ്ദിക്കുകയാണ്. ചെരുപ്പൂരി മുഖത്തടിച്ചു പോയി, ചെരുപ്പിട്ട കാലി കൊണ്ട് ചവിട്ടിപ്പോയി. ക്രൂരമായ മർദ്ദനയാണ്. മൂക്കിൽ നിന്ന് രക്തം വരികയാണ്, വായിൽ നിന്ന് രക്തം വരികയാണ്, മുഖമൊക്കെ വീങ്ങിയിട്ടുണ്ട്. ആ വെളുത്ത ശരീരം ചുവന്നിട്ടുണ്ട്, അഥവാ തൊലി അല്പം മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു, ബോധം കെട്ടങ്ങ് വീണു. ഇസ്ലാമിലേക്ക് കടന്നു വരാതെ കുടുംബക്കാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് കൊണ്ടുപോകുകയാണ്. എന്നിട്ടോ അവിടെ അങ്ങനെ കൊണ്ടുപോയി വീട്ടിൽ കടത്തി. ആ ഇസ്ലാമിലേക്ക് വരാതെ കുടുംബക്കാർ കഅബാലയത്തിന്റെ അടുത്ത് വീണ്ടും വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാട്ടം ഇതിൽ മരണപ്പെട്ടാൽ ആരാണോ മർദ്ദിച്ചത് അവര് ജീവിച്ചിരിക്കൂല, അവനും ജീവിച്ചിരിക്കൂല. അവര് തിരിച്ചു പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കഥ അടുത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് തോന്നി അബൂബക്കർ സിദ്ദീഖ് വഫാത്തായിട്ടുണ്ട് എന്നാണ്. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ബോധം വരികയാണ്. ബോധം വന്ന സമയത്ത് എൻ്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നുമല്ല ചോദിക്കുന്നത്. അവിടുന്ന് ചോദിക്കുന്നത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മയുണ്ടല്ലോ, തനക്കും ഭാഗിരുന്ന് കരയുന്നുണ്ട്, പാപ്പ മറ്റൊരു ഭാഗത്ത് കരയുന്നുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലെങ്കിലും എൻ്റെ മുഅ്മിനീങ്ങളെ ബോധം വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ മുത്തുനബി എവിടെ? എൻ്റെ മുത്തുനബിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലേക്ക് കടന്നു വരാതെ കുടുംബക്കാർ, ആ കുടുംബക്കാർക്ക് ദേഷ്യം വന്നു. ഉമ്മാനോട് പറഞ്ഞ് വെള്ളം കൊടുക്ക്, ഭക്ഷണമൊക്കെ കൊടുക്കൂ എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി. അവര് പറയുന്ന വാചകം നിനക്ക് പറയാൻ പറ്റൂല. എൻ്റെ മുഅ്മിനീങ്ങളെ വീണ്ടും ബോധം കെട്ടങ്ങ് വീണു. വീണ്ടും ബോധം വരുമ്പോ ഉമ്മയാണുള്ളത്. ഉമ്മാനോട് ചോദിക്കുകയാണ്, ഓ ഉമ്മ, എൻ്റെ മുത്തുനബി എവിടെ?
മോനെ മുത്തനബിയെ കുറിച്ചൊന്നും എനിക്കറിയില്ലല്ലോ. അതാ ഇസ്ലാമിലേക്ക് രഹസ്യമായി വന്ന ഉമ്മു ജമീലത്തുണ്ട്, അവിടെ ഒന്ന് പോയി അന്വേഷിക്കണേ. ഈ ഉമ്മ എവിടെ പോയി, മുത്തുനബി എവിടെയാണുള്ളതെന്നാ ചോദിക്കുന്നത്. ആ രഹസ്യമായി സ്വീകരിച്ചത് കൊണ്ട് ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്ന നിലക്ക് ആ പെണ്ണ് സംസാരിക്കുമ്പോ ആ ഉമ്മ ചോദിക്കുകയാണ്, എൻ്റെ മകൻ്റെ അടുത്തൊന്ന് വരാമോ? ആ പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുത്തുനബി റാഹത്തിലാണുള്ളത്, സന്തോഷിച്ച അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ, മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്, വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്, മുത്തുനബിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. രണ്ടുപേരും കൂട്ടിക്കൊണ്ടുപോകുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിൻ്റെ ഇടയിൽ ഈ പെണ്ണും അബൂബക്കർ സിദ്ദീഖിനെ കണ്ടപ്പോ ഒരൊറ്റ കരച്ചലാണ്. അതിലേക്കൊന്നും കടക്കാൻ സമയമല്ല. എൻ്റെ മുഅ്മിനീങ്ങളെ, മുത്തുനബി അവിടെ നിന്ന് എണീച്ചു. അബൂബക്കർ